എടി ആ ചൂണ്ടിട്ടേക്കണ റെപ്പായ ചേട്ടനല്ലേ അപ്പൊ സദാസമയം എന്റെ പുറകെയാണ്. എന്റെ ബ്യൂട്ടി കണ്ടിട്ടാന്നാ തോന്നണം. നീ ഇങ്ങോട്ട് വാ, സമയം പോയി. ആ കൊച്ചിനോട് ചോദിക്കടിയെന്ന്. മോളെ 8 മണിക്കത്തെ ബസ് പോയാ? മണി 8:45. എടി ശവമേ, നീ സമയമൊന്നും നോക്കാതെയാണ് ഇറങ്ങിപ്പോന്നത്. വെറുതെ എന്റെ വായിരിക്കണം മേടിക്കരുത്. എനിക്ക് സമയം നോക്കലല്ലേ ജോലി. മോളെന്തിനാ സ്ലാഗ വലിച്ചു കെട്ടിയേക്കണ? വർക്കാനാണാ? അത് ക്ലിപ്പിട്ടതാണ് പല്ല് നേരാവാൻ. അത് പറ. എന്റെ കാരണം എനിക്ക് നല്ല കോലമുള്ള കാരണേ എനിക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ മോളെ? മോളെ എന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഓ, നീ ഒന്ന് വെറുതെ കൊച്ചിനെ ഇടങ്ങേറാക്കാതെ. മുടി കാണാൻ നല്ല ശേലുണ്ടല്ലോ മോളെ. ഓ, പിന്നെ ഒരു സിനിമ നടി നടക്കണം. അല്ലെങ്കിൽ നിനക്ക് അസൂയല്ലേ? എന്താണ്? അങ്ങോട്ട് നോക്കി. അയ്യേ, അവരല്ലടാ, പിന്നെ അപ്പുറത്ത് നോക്കി. ഓ, നീ ഇറങ്ങി. അതിനെന്താണ്? അതിനൊന്നുമില്ല, നീ അങ്ങോട്ട് ഇറങ്ങി. ഞാൻ എന്താണ്? നീ ഒരു ചായ കുടി. ഒന്ന് പോകണം, എനിക്കൊന്നും വേണ്ട. കാര്യമുണ്ട്. വേണ്ടെന്ന്. നീ ഒന്ന് ഇറങ്ങി അങ്ങോട്ട്. എന്നാ 2 പഴംപൊരിയും കൂടി വേണം. അതൊക്കെ നീ വാങ്ങിച്ചോ, ഞാനിപ്പോ വരാം. കുഴപ്പമുണ്ടോ? പോട്ടെ. അല്ല, പൈസ ഒന്നും വേണ്ട, പൈസ നീ കൊടുത്തു. എടാ അവളിപ്പോ പോകൂടാ. ഇതാണ് പെണ്ണുങ്ങളെ പുറകെ കിടന്നാ പിന്നെ പഴംപൊരി വാങ്ങിച്ചാലും ഒരു പൈസ ഉണ്ടാവൂല. റിയ പഠിക്കാൻ പോകുന്നതാണടി. വീട്ടിലേക്കാണോ? വീട്ടിലേക്കാ. വാ, കേറിക്കോ, ഞാൻ കൊണ്ടുവിടാം. സമാധാനായി. വിട്ടോ വിട്ടോ വിട്ടോ, പെട്ടെന്ന് വിട്ടോ, പെട്ടെന്ന് വിട്ടോ. എടി, ആ പെണ്ണിന് നമ്മുടെ അത്ര സൗന്ദര്യം ഉണ്ടാ? സൗന്ദര്യം ഇല്ലാണ്ടാണ് ഇപ്പൊ കൂട്ടിക്കൊണ്ടുപോയത്. എന്നാലും കാണാൻ നല്ല ശേലാണല്ലേ, നല്ല ജോഡിയാണല്ലേ. പിള്ളേരെ, വണ്ടി വന്നില്ലേ? പിള്ളേരെ പിടുത്തക്കാരുണ്ട്. തെറി പറഞ്ഞതാണ് നിന്ന. വല്ല കാര്യമുണ്ടാ? പിള്ളേരോടൊന്നും ഒന്നും പറയാൻ കൊള്ളൂല. വീട്ടിൽ പോകാൻ പറഞ്ഞതിനാണ് തെറി പറയാ. വണ്ടി വന്നുണ്ട്. വാ ഇങ്ങോട്ട് വാ. ഇല്ലേ വന്നു. തിരക്കാണല്ലോ നല്ല. വന്ന ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ഇനി ഒരിക്കലാകാം. എന്നാ ഓക്കെ. അതെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏയ്, ഒന്നുമില്ല. പറഞ്ഞിട്ട് പോന്നേ. എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ഉമ്മൂട്ടിയാണ്. അത്രയ്ക്കൊന്നുമില്ലെങ്കിലും നിന്നെ എനിക്കിഷ്ടമാണ്, അത്രേ. അവസാനം പറഞ്ഞല്ലോ. അവസാനമൊന്നുമല്ല, അല്ലെങ്കിൽ ഞാനിത് പറയാനിരുന്നതാ. അമ്മച്ചി, ചേടാ ചേടാ. അമ്മച്ചി, ഇന്നൊരു കാര്യമുണ്ട്. എന്താ കാര്യം? ഇന്നെന്നെ മുന്നേ കോളേജിൽ നിന്ന് ഇവിടെ ഡ്രോപ്പ് ചെയ്ത്. ഓ, അതാണോ വലിയ ആനക്കാര്യം? എനിക്കത് ആനക്കാര്യം തന്നെയാ. പെണ്ണിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടേ. എങ്ങോട്ട്? എന്ത് ഈ അമ്മച്ചിക്ക് ഇതെന്ത്? ചേടാ ചേടാ, എടി കൊച്ചേ,
ഞാൻ 5-8 കൊല്ലം പ്രേമിച്ച് കല്യാണം കഴിച്ചവളാ. ആ എന്നോടാ നിന്റെ ഒരു സത്യം പറഞ്ഞേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ ഇത് കാര്യമായിട്ടാണോ പറയുന്നേ? അതെ, അമ്മച്ചിക്ക് ഇഷ്ടാവോ? നീ സ്ട്രോങ് അല്ലേ? ഞാൻ സ്ട്രോങ്ങാ. ആ, നീ സ്ട്രോങ് ആണെങ്കിൽ ഈ അമ്മൂമ്മ ഡബിൾ സ്ട്രോങ്ങാ. അയ്യോ, പിന്നെ നിന്റെ പപ്പയുടെയും അമ്മയുടെ സ്വഭാവം അറിയാലോ. നിന്റെ അപ്പനും അമ്മയും കൂടി അമേരിക്കയിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു ചെറുക്കനെ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാം അമ്മച്ചി. ഞാനിനി എന്താ ചെയ്യുക? തൽക്കാലം ഇതാരോടും പറയണ്ട. നിന്റെ അപ്പനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാം. കർത്താവ് തമ്പുരാൻ ഒരു വഴി കാണിക്കാതിരിക്കത്തില്ല. നീ ഇപ്പൊ ഇതോർത്ത് വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ. നീ നല്ലോണം കഴിക്കേ. ആ, കഴിക്കേ മോളെ, ശക്തി വരട്ടെ. ആ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളെ രോഗത്തിന് വിടരുതേ. ആരാ മോളെ ഫോൺ വരുന്നത് നോക്ക് കർത്താവേ. ആ മോളെ, ഇതവനാണല്ലോ. ആണോ കർത്താവേ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവേ. ആ, ഇതൊരു പതിവാക്കണ്ട മോളെ കർത്താവേ. ഹലോ പ്രിയ. ആ മുന്നോ. ഹലോ, കേൾക്കുന്നില്ലേ പ്രിയ? ആ ഹലോ, പറയടാ. എന്ത് പറ്റി? ശബ്ദം വല്ലാണ്ടിരിക്കണേ. എൻ്റെ ഡാഡിയും മമ്മിയും വിളിച്ചായിരുന്നു. അവരെനിക്കെന്തോ പ്രൊപ്പോസൽ നോക്കുന്നുണ്ടെന്നാ പറഞ്ഞ്. എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരെത്തുമ്പടിയും കിട്ടുന്നില്ല. നല്ല വല്ല പ്രപ്പോസലാണെങ്കിൽ നമുക്ക് ആലോചിക്കാടോ. തമാശ കളിക്കല്ലേ? ഇങ്ങനെ തമാശ കളിക്കാനാണെങ്കിൽ വെച്ചിട്ട് പൊക്കോ. താൻ ചൂടാവില്ലേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിനക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രൊപ്പോസലായിട്ട് വന്നൂടെ? പ്രപ്പോസലായിട്ട് അല്ലേ? വളരെ നന്നായിരിക്കും. എനിക്കാണെങ്കിൽ ഇപ്പോൾ കൃത്യമായിട്ടൊരു ജോലിയില്ല. അതുമാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ടേ ഒരു അന്യജാതിക്കാരനായിട്ടുള്ള കല്യാണം നിന്റെ വീട്ടുകാർ പെട്ടെന്ന് നടത്തി തരും. അല്ല, എന്താ മോൻ്റെ ഉദ്ദേശം? അതെൻ്റെ മോള് സന്തോഷിക്കേണ്ട. ഇനിയിപ്പം നീ വിചാരിച്ചാലും ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ പോണില്ല. ഇതൊക്കെ നടന്നാ മതിയായിരുന്നു. നടക്കും, എല്ലാം ശരിയാവും. നീ ടെൻഷനാവണ്ട. എന്നാ എൻ്റെ മോള് കിടന്നു, ഞാൻ പിന്നെ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കാരെയും പേടിയില്ല. എൻ്റെ ഡാഡി അറിഞ്ഞ പ്രശ്നം. എന്ത് പ്രശ്നം? എന്തും ചെയ്യാൻ മടിക്കില്ല. ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. പക്ഷേ എന്ത് ചെയ്യുന്ന ഛേ, എന്ത് പറഞ്ഞാലും ഒരു തമാശ. നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഞാനുണ്ടാവും. എനിക്കത് കേട്ടാൽ മതി. പിന്നെ എനിക്കൊന്നും പ്രശ്നമല്ല. നമുക്ക് പോയാലോ? കുറച്ച് നേരം കൂടെ. ഈ കാറ്റും നിന്നെയൊക്കെ ഇനി എപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിട്ടുക?
എനിക്കിട്ട് കയറി ഉണ്ടാക്കാൻ നോക്കരുത് കേട്ടോ. അത് നിങ്ങൾ പറഞ്ഞതിന്റെ ഇരട്ടിത്തുക പറഞ്ഞപ്പോ താൻ എന്ത് പിറക്കായുടെ പറയുന്നത്? തോംസൺ ഒരു പ്ലോട്ടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിരിക്കും. നിങ്ങൾ തന്ന അഡ്വാൻസ് തിരിച്ചു തന്നില്ലേടോ? തന്നോട് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടോടോ? പിന്നെ തന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. മറ്റന്നാൾ, അതായത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് താനും തന്റെ കെട്ടിയോളും രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ വരും, ഞങ്ങളങ്ങോട്ടൊരു വരവ് വരും തന്റെ തറവാട്ടിലേക്ക് കേട്ടാ. തോംസൺ മുതലാളിയുടെ മോളല്ലേ? ഹലോ ഹലോ മുതലാളി, ഞാനാ. ആ മുതലാളിയുടെ മോളൊരു പയ്യനോട് വണ്ടിക്ക് പോകണ്ടല്ലോ. അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. ആ ഞാൻ വേണ്ട ചെയ്യാം. ആ ഓക്കെ ഓക്കെ സാർ. നിനക്കൊരു പണിയുണ്ട്. ചേട്ടാ, എന്താണ് ചൂണ്ടിരണ? എന്തോ ചൂണ്ടിരണ? അല്ലടാ, പൊറോട്ട അടിക്കുവാടാ. നീങ്ങ വന്നേ. എന്താണ്? അതെ, നിന്റെ കൂട്ടുകാരൻ ആളത്ര ശരിയല്ലേ? ആ, അത് ഞങ്ങള് ശരിയായിക്കോളാട്ടെ. നിങ്ങൾ ശരിയാക്കണ്ട, അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അത് ശരി, അവിടെ കിടന്ന് പെടപെടക്ക്. ചേട്ടാ, ഞാൻ അടിക്കുന്ന നമ്പർ സ്ഥിരമായിട്ട് അടിക്കണത്. രാജേഷ്, ആടാ. എന്താ പ്രശ്നം? ആരാ നിങ്ങളൊക്കെ? ഞങ്ങളാരാണ് എന്താണെന്നൊക്കെ വഴി അറിഞ്ഞോളൂ. തൽക്കാലം ഞങ്ങൾ വന്ന കാര്യം പറയാം. നീയും തോംസൺ മുതലാളിയുടെ മകളും തമ്മിൽ എന്താടാ ഇടപാട്? ഹോ, ഇതാ സീനാണല്ലേ. എന്നതായാലും കൊള്ളാം, ഇന്നത്തോടെ ഇതെല്ലാം അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ വന്നാണെ പഠിച്ചിട്ട് പൊക്കോണം. അല്ലാതെ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയല്ല വേണ്ടത്. സാർമാരൊക്കെ കോളേജിൽ കഴിഞ്ഞിട്ടായിരിക്കും ഈ പണിക്ക് ഇറങ്ങിയത് അല്ലേ? കൈയെടുക്കടാ. നിന്റെ ഉമ്മുമ്മാക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഫ്രീ വിസ അടിച്ച് സ്റ്റാമ്പ് ചെയ്ത് അങ്ങോട്ട് തരും. ചത്തുപോയ നിന്റെ സന്ദേശം തള്ളിയിടത്തേക്ക്. ഡാഡി, അയ്യോ, എന്താ നിനക്ക് ഭ്രാന്തുണ്ടോ? ഇവളെന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ അവളെ അടിച്ചത് നീ? ചോദിച്ചു നോക്കൂ കൊച്ചുമോളോട് എന്താ ചെയ്തെന്ന്. അല്ല വേണ്ട, ഞാൻ തന്നെ പറയാം. നെല്ലിക്കുന്നൽ തോംസന്റെ മോക്കെ അസ്ഥിയെ പിടിച്ച പ്രേമം, അതും എങ്ങാണ്ട് കിടക്കുന്നൊരു എരപ്പാളി ചെറുക്കനുമായിട്ട്. ആഹാ, അതിനാണോ നീ ഇങ്ങനെ? ആ പയ്യനെ എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല പയ്യനാ. ഓ, അപ്പൊ അമ്മച്ചിയുടെ അറിഞ്ഞുകൊണ്ടുള്ള ഏർപ്പാടാണല്ലേ? അവനവന്റെ നിലയും വിലയും നോക്കാതാണോ? അതും പോട്ടെ, സ്വന്തം ജാതിയെങ്കിലും നോക്കായിരുന്നില്ലേ? ജാതി മതമൊക്കെ നോക്കി പ്രേമിക്കാൻ പറ്റുമോ? പിന്നെ നിലയും വില, എന്ത് നിലയും വിലയാടാ. ഒരൊറ്റ മഴയ്ക്കും കാറ്റിനും ഉരുൾപൊട്ടലിനും ഒക്കെ ഒലിച്ചു പോകാനുള്ളതേ ഉള്ളൂ ഈ പറയുന്ന കൊമ്പത്തെ നിലയും വിലയും. മനസ്സിലായോടാ മോനെ? അമ്മച്ചി കൊച്ചുങ്ങൾക്ക് സപ്പോർട്ടാണല്ലേ? ആ, അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. എടാ, ഒരു പെണ്ണിനെ ഒരാണിനോട് ഇഷ്ടം തോന്നുന്നത് തെറ്റാണോടാ? മതി,
ഇവിടുത്തെ താമസം പുറത്തേക്ക് മതി. ഡേ പോയി ചെന്ന് വണ്ടിയൊക്കെ ഇറങ്ങി. അമ്മച്ചി വിട്ടു വരത്തില്ല. ഇവിടെ വാടി. നോക്കി നിൽക്കാതെ പോയി വണ്ടിയൊക്കെ ഇറങ്ങി. പിടിച്ചു കേട്ടി. ഒരു നിമിഷം പോലും ഞാൻ അവളോട് നിർത്തില്ല. അമ്മച്ചിക്ക് എപ്പോ വേണേലും കോട്ടയത്തേക്ക് വരാം. അത് അമ്മച്ചിയുടെയും കൂടെ വീടാ. എന്റെ മോളെ അവിടെ അമ്മച്ചി മിണ്ടായിരിക്കും അവിടെ ഇരിക്കാൻ പറഞ്ഞു